ഹായ് നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഒരു പുതിയ സീരീസ് തുടങ്ങുകയാണ്. പലർക്കും സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങളായ സരളി വരിസകൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും, പക്ഷേ അവസരം കിട്ടിയില്ലായിരിക്കാം. അവർക്കായി വേറിട്ട ചിന്തയിലൂടെയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അവയുടെ സ്വരങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം അവ കണ്ടും കേട്ടും പഠിക്കുവാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. മാത്രമല്ല, തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ പല പിച്ചുകളിൽ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല, മറ്റു മേളകർത്ത രാഗങ്ങളിലും എപ്രകാരമാണ് നമുക്ക് സാധകം ചെയ്യാവുന്നതിനെ കുറിച്ചുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏവർക്കും സീക്ക് ആൻഡ് ഫൈൻഡ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ റോബർട്ട്. അടിസ്ഥാനപരമായി സരളി വരിസകൾ 15ാമത്തെ മേളകർത്താരമായ മായാമാളം ഗവളയിലും ആദ്യ താളത്തിലുമാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് മേളകർത്ത രാഗങ്ങൾ, എപ്രകാരമാണ് അവ കണ്ടുപിടിക്കേണ്ടത്, അവയുടെ ശബ്ദങ്ങൾ എപ്രകാരം എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ കാണുക. അല്ലെങ്കിൽ ഐ കാർഡിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. താളങ്ങളെക്കുറിച്ചുള്ള വീഡിയോയിൽ ആദ്യ താളം എപ്രകാരമാണ് വരുന്നതെന്ന് കാണാൻ സാധിക്കും. ആ വീഡിയോയും അവിടെ കാണുക. സരളി വരിസകൾ ആരോഹണ അവരോഹണ ക്രമങ്ങളോടൊപ്പം 16 എണ്ണമുണ്ട്. സരളി വരിസകളുടെ അഭ്യാസം താള നിയന്ത്രണവും കാലപ്രമാണവും ശബ്ദ സൗകുമാര്യവും ലഭ്യമാക്കുവാൻ സഹായിക്കുന്നു. സരളി വരിസകൾ 4 കാലങ്ങളിൽ പാടി സാധകം ചെയ്യേണ്ടതാണ്. ഇവിടെ 1-ാം കാലം വിവരിക്കുന്നു.
അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഫിമെയിൽ വേർഷനിൽ നമുക്ക് എപ്രകാരമാണ് പാടാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.